السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോയി ആ രീതിയിൽ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അനവധി പരീക്ഷണങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് പ്രത്യേകമായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും സത്യവിശ്വാസി പതറാതെ ജീവിക്കുവാൻ എന്ത് തന്നെ വിഷമങ്ങളും പ്രയാസങ്ങളും അവന്റെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മോചനം നേടാൻ ഒരു വിശ്വാസിക്ക് പ്രേരണയായി മാറുന്നത് തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള നല്ല വിചാരങ്ങളാണ്. റബ്ബിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് നല്ല വിചാരങ്ങളാണ്, സൽവിചാരങ്ങളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നു, അല്ലാഹു പറയുകയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമയോട് അവൻ എങ്ങനെയാണോ എന്നെപ്പറ്റി വിചാരിക്കുന്നത് അതുപോലെയാണ്. അള്ളാഹുവിനെ പറ്റി എന്താണോ നമ്മുടെ വിചാരം അതുപോലെയായിരിക്കും ഞാൻ എൻ്റെ അടിമയോട് വർത്തിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ കൂടെയുണ്ടാകും. അവൻ എന്നെ അവന്റെ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നാൽ ഞാനും അവനെ ഓർക്കുന്നതാണ്. അവൻ എന്നെ ഒരു സദസ്സിൽ ഓർക്കുന്നതായാൽ
അതിനേക്കാൾ ഖൈറായ മെച്ചപ്പെട്ട സദസ്സിൽ ഞാൻ അവനെയും ഓർക്കുന്നതാണ്. എന്നിലേക്കൊരടിമ ഒരു ചാണടുക്കാൻ തയ്യാറായാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കുന്നതാണ്. എന്നിലേക്ക് എന്റെ അടിമ ഒരു മുഴം അടുക്കാൻ തയ്യാറായാൽ ഞാൻ അവനിലേക്ക് ഒരു മാറടുക്കുന്നതാണ്. എന്റെ അടിമ എന്നിലേക്ക് നടന്നടുക്കാൻ തയ്യാറായാൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് ഏറ്റവും ആഹ്ലാദം നൽകുന്ന, സമാധാനം നൽകുന്ന സന്ദേശങ്ങളാണിത്. റബ്ബിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ നല്ല വിചാരമായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ പതറാതിരിക്കാൻ ഒരു വിശ്വാസിയെ അതാണ് പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണത്? ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞതുപോലെ ഭയമുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും, രോഗങ്ങളുണ്ടാകും, ഉറ്റവരുടെയും ബന്ധുക്കളുടെയും എല്ലാം മരണങ്ങളുണ്ടാകും, കാർഷിക മേഖലയിലെ തളർച്ചയുണ്ടാകും, സാമ്പത്തിക മേഖലയിലെ കമ്മിയുണ്ടാകും. അങ്ങനെ വൈവിധ്യമാർന്ന പരീക്ഷണങ്ങൾ അടിക്കടി നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അത് വരുമ്പോഴെല്ലാം സത്യവിശ്വാസി മനസ്സിലാക്കുന്നത് എന്റെ ഈമാൻ ഒരിക്കലും നഷ്ടമായി പോകാൻ പാടില്ല. കാരണം ഈമാനിന്റെ ആറാമത്തെ ഘടകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമത്തെ കാര്യമായി പറഞ്ഞത് വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. എന്റെ ജീവിതത്തിൽ എനിക്ക് ബാധിക്കുന്ന ഏതെല്ലാം ഖൈറുകളുണ്ടോ, എനിക്ക് ബാധിക്കുന്ന ഏതെല്ലാം എന്റേതായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ബാധിക്കുന്ന ഷർറുകൾ ഏതൊക്കെയുണ്ടോ, അതെല്ലാം എന്റെ നാഥന്റെ വിധിപ്രകാരമല്ലാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, റബ്ബേ നീ തന്നത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. എനിക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ പേരിൽ അതീവ ദുഃഖിതനായിരിക്കേണ്ട കാര്യമില്ല. കാരണം നീ എനിക്കത് വിധിക്കാത്തത് കൊണ്ടാണ്. നീ എനിക്കത് നൽകാൻ വിചാരിച്ചിട്ടില്ല. നീ നൽകാൻ വിചാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എനിക്ക് നൽകുന്ന ഒരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ എനിക്ക് നൽകരുതെന്ന് തീരുമാനിച്ചിട്ടുള്ള, നീ എനിക്ക് തരാൻ വിചാരിച്ചിട്ടില്ലാത്ത ഒരനുഗ്രഹം, അതല്ലെങ്കിൽ ഒരു ഖൈറ് ലോകത്തെല്ലാവരും കൂടി എനിക്ക് തരാൻ വിചാരിച്ചാലും അതെനിക്ക് കിട്ടുന്നതല്ല. നിന്റെ തീരുമാനമാണ് വലുത്, നിന്റെ ഖദറാണ് ഏറ്റവും വലിയ വലുത് എന്ന് ഞാൻ എന്റെ മനസ്സിനെ പഠിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഖൈറുകളിൽ ഞാൻ അമിതമായി സന്തോഷിക്കാൻ പാടില്ല. ലികൈലാ തഫ്റഹു വലാ മാ ആതാകും, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വല്ലാതെ പുളകം കൊള്ളരുത്, മതിമറന്ന് ആഹ്ലാദിക്കരുത്. കാരണം എന്താണ്? അപ്പോഴും വിശ്വാസി തന്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് എനിക്ക് കിട്ടിയ ഖൈറുകൾ മുഴുവനും എന്റെ നാഥൻ നൽകിയതാണ്. ആ നാഥൻ നൽകിയ ഖൈറുകളെ അവൻ വിചാരിക്കുന്ന ഏത് സെക്കൻഡിലും താമസം പിൻവലിക്കാൻ എന്റെ റബ്ബിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഖൈറിനെ ആരെങ്കിലും തടയാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിലും ഞാൻ വിഷമിക്കരുത്. എന്നോട് അസൂയ പുലർത്തുന്ന ആളുകൾ ഉണ്ടാകാം, എന്നെ ഒരുപാട് പീഡിപ്പിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഞാൻ എന്താണ് എന്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത്? അല്ലാഹുവേ, ഞാൻ എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ഖൈറുകൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം അല്ലാഹുവേ നിന്റെ തീരുമാനമാണ്. നീ നൽകാൻ വിചാരിച്ച ഒരു ഖൈറിനെ ലോകത്തൊരു ശക്തി വിചാരിച്ചാലും മുടക്കാൻ സാധ്യമല്ലല്ലോ. അല്ലാഹുവേ, നീ നൽകാൻ ഉദ്ദേശിച്ചത് തടയുന്നവരില്ല, നീ തടയാൻ ഉദ്ദേശിച്ചത് നൽകുന്നവരുമില്ല. ഇതാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സദ്വിചാരത്തിന്റെ ഏറ്റവും പ്രധാനമായ ഹേതുവായി വർത്തിക്കേണ്ടുന്ന കാര്യമാണത്. അതുപോലെ തന്നെ പ്രതിസന്ധികളിൽപ്പെട്ട് മനസ്സിങ്ങനെ തളരുമ്പോ അല്ലാഹുവിനെ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു വിചാരം ഉണ്ടാകേണ്ടത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന
ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയാണ് പ്രയാസത്തിന്റെ കൂടെ എളുപ്പങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഉയർച്ചയുണ്ടെങ്കിൽ അതിനൊരു താഴ്ചയുണ്ടാകും, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ഇവിടെ ഒന്നും സ്ഥിരമല്ല. രാവ് ഇവിടെ സ്ഥിരമായി നിലനിൽക്കുന്നില്ല. പകൽ വെളിച്ചം വരുന്നുണ്ട്, പിടപ്പോൾ മാറിയിട്ട് രാത്രി വരുന്നുണ്ട്. ജീവിതം അങ്ങനെ തന്നെയാണ്. സുഖങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും. സുഖം തന്നെ ജീവിതത്തിൽ സ്ഥായിയായി നിലനിൽക്കണം എന്ന് മോഹിക്കുന്നത്, ഇവിടെ എപ്പോഴും സുഖസുന്ദരമായ നിലാവുദിക്കുന്ന രാത്രി ഉണ്ടാകണമെന്ന് കൊതിക്കുന്നത് പോലെയായിരിക്കും. അതല്ലെങ്കിൽ എപ്പോഴും സൂര്യപ്രകാശം ചൊരിഞ്ഞുകൊണ്ട് വെളിച്ചം വെട്ടം പകർന്നു നിൽക്കുന്ന പകലുണ്ടായിരിക്കണം എന്ന് മോഹിക്കുന്നത് പോലെ വിഡ്ഢിത്തമാണത്. രണ്ടും മാറി മാറി വരുന്നത് പോലെ ജീവിതം അങ്ങനെയാണ്. ഇത് റബ്ബിനെ സംബന്ധിച്ച് സദ്വിചാരമുണ്ടാക്കുവാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. എന്റെ റബ്ബ് എന്നെ എന്നും കഷ്ടപ്പെടുത്തില്ല. കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന് എന്റെ റബ്ബ് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പ്രയാസങ്ങൾക്കും ഒരറുതി ഉണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികൾ ക്ഷണങ്ങളിലുമൊക്കെ തളരാതെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സദ്വിചാരം, എന്റെ റബ്ബ് എന്നെ കൈവെടിയുകയില്ല, എന്റെ റബ്ബ് എന്നെ ഉപേക്ഷിക്കുകയില്ല. അതാണ് അല്ലാഹു പറയുന്നത്, അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമക്ക് എന്നെ പറ്റി എന്താണോ വിചാരമുള്ളത് അതുപോലെയാണ് ഞാൻ അങ്ങോട്ട് വർത്തിക്കുക. അല്ലാഹ് എന്റെ പ്രയാസങ്ങളിൽ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അല്ലാഹ് അങ്ങനെയാണ് രക്ഷപ്പെടുത്തും. അല്ലാഹുവിൽ എനിക്ക് പ്രതീക്ഷയുള്ളയിടത്തോളം എന്റെ റബ്ബ് അങ്ങനെ തന്നെയാണ്. ഇത് മരണം വരെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുണ്ടാകുന്ന ടെൻഷന്റെ മറ്റൊരു കാര്യം എന്താണ്? ജീവിതത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് തെറ്റുകൾ വന്നുപോയല്ലോ. ജീവിതത്തിന്റെ ഇന്നലകളിൽ ഹറാമായ ഒരുപാട് മേഖലകളിലൂടെ ഞാൻ ജീവിച്ചു പോയല്ലോ. എനിക്ക് നന്നാവണമെന്നുണ്ട്, പക്ഷേ എന്റെ നാഥൻ പൊറുക്കുമോ? ആ രൂപത്തിലുള്ള ഒരു നിരാശ വേണ്ട. അവിടെയും അല്ലാഹുവിനെ പറ്റി സദ്വിചാരം വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. യബ്ന ആദം, അല്ലാഹു തആല പറഞ്ഞതായി ഖുദ്സിയായ മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹു ഇദാ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യബ്ന ആദം, ഹേ മനുഷ്യ, إنك ما دعوتني ورجوتني غفرت لك على ما كان فيك ولا أبالي. നീ എന്നോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നീ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഗഫൂറാണ്, ഞാൻ റഹീമാണ്, ഞാൻ തവ്വാബാണ്, ഞാൻ എല്ലാം അറിയുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്നെല്ലാമുള്ള പ്രതീക്ഷയോടുകൂടി നീ എന്നോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. നിന്നിൽ എത്ര പാപങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ശരി, അത് ഞാൻ പരിഗണിക്കുകയേയില്ല. വലാ ഉബാലി, അതൊരു വിഷയമേ അല്ല. യബ്ന ആദം, ഹേ മനുഷ്യ, ലൗ ബലഗതു ദുനൂബുക, നിന്റെ പാപങ്ങൾ എത്തിപ്പോയിട്ടുണ്ടെങ്കിലും അനാനസ്സമാ, ആകാശം മുട്ടെ നീ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും സുമ്മസ്തഗ്ഫർതനീ, പിന്നീട് നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, പൊറുക്കണേ അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് എന്നോട് ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. വലാ ഉബാലി, നീ മുമ്പത്ര വലിയ തെറ്റുകാരനല്ലേ, നീ ഒരുപാട് ചെയ്തവനല്ലേ, ആ രൂപത്തിലുള്ള തിന്മകളുടെ ആധിക്യമൊന്നും ഞാൻ അപ്പോൾ പരിഗണിക്കുന്നതേ അല്ല. യബ്ന ആദമേ, മനുഷ്യ, അല്ലാഹു തആല വിളിക്കുകയാണ്, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഭൂമി മുഴുവൻ നിറയാൻ മാത്രം പാപം നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് നീ എന്നോട് പൊറുക്കലിനെ ചോദിച്ച് സുമ്മ ലഖീതനി, മരണത്തിന്റെ ശേഷം പിന്നെ നീ എന്നെ കണ്ടുമുട്ടുന്നുവെങ്കിൽ ഏത് നിലക്ക് കണ്ടുമുട്ടുന്നു? ലാ തുശ്രികു ബി ശൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ
ചെയ്യാത്ത നിലക്ക്, ശിർക്ക് ചെയ്യാത്ത നിലക്ക് തൗബയോടെ നീ എന്നെ കണ്ടുമുട്ടുന്നുവെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, ഭൂമി നിറയെ നിനക്ക് ഞാൻ പുറത്തു തരികയും ചെയ്യും. കണ്ടോ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ ധാരാളമായി ചെയ്തോളൂ എന്നുള്ളതിനുള്ള ലൈസൻസ് അല്ല ഇത്. മറിച്ച് കഴിഞ്ഞകാല ഇന്നലകളിൽ ഒരുപാട് സംഭവിച്ചത് ഓർത്തിട്ട് ഇനിയുള്ള ജീവിതവും തിന്മയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കാതിരിക്കാനുള്ള ആശ്വാസത്തിന്റെ സന്ദേശങ്ങളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബിന്റെ വാക്കുകളായിക്കൊണ്ട് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വീണ്ടും നമുക്ക് കാണാം, ഖുദ്സിയായ മറ്റൊരു ഹദീസിൽ കാണാം, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാരി, രാവും പകലുമൊക്കെ നിങ്ങൾ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങളിൽ നിന്ന് തിന്മകൾ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ വഅന അഗ്ഫിറു ദുനൂബ ജമീആ, ഞാൻ എല്ലാ പാപങ്ങളും പൊറുത്തു കൊടുക്കുന്നവനാണ്. ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിക്കണേ. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ് അല്ലാഹുവിന്റെ വചനങ്ങളായി. റബ്ബിനെ കുറിച്ച് ഈ ഒരു വിചാരമാണ് ഒരു സത്യവിശ്വാസിക്കുള്ളതെങ്കിൽ, കഴിഞ്ഞകാല ഇന്നലകളിൽ ഞാൻ ഒരുപാട് ഹറാമു ചെയ്തല്ലോ എന്നോർത്ത് ഭാവി ജീവിതം അവൻ ശുദ്ധമാക്കാതിരിക്കില്ല. ഭാവിയിലെ ജീവിതം ശുദ്ധമാക്കാൻ വിചാരിക്കുന്നവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഓഫറാ നൽകുന്നത്. എന്ത്? ഇന്നലകളിൽ എന്തും സംഭവിക്കട്ടെ, എത്രയും സംഭവിക്കട്ടെ, ഖുൽ, പറയൂ നബിയെ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുള്ള എന്റെ അടിമകളോട് പറയൂ നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. നിരാശ വേണ്ട. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അപ്പൊ ജീവിതത്തിൽ രണ്ട് നിലക്കൊരു വിശ്വാസിക്ക് മനോദക്കം ഉണ്ടാകും ഈമാനുള്ളവർക്ക്. ഒന്ന്, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വിഷമങ്ങൾ ഉണ്ടാകും, അവിടെ അള്ളാഹിനെ പറ്റി സദ്വിചാരം ഉണ്ടാവുക. എന്റെ പ്രതിസന്ധികളൊക്കെ ഒരു നാൾ അല്ലാഹു തീർക്കും. അങ്ങനെയായിരിക്കും അല്ലാഹു. രണ്ടാമതോ, തന്റെ കഴിഞ്ഞകാല തിന്മകളെ പറ്റിയുള്ള വേദന ഒരു സത്യവിശ്വാസിക്കുണ്ടാകും. അതുകൊണ്ട് ഭാവി ജീവിതത്തിന്റെ പ്രവർത്തനത്തിൽ ഉത്സാഹം കുറയേണ്ടതില്ല. നീ നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ എന്ത് സംഭവിച്ചാലും അല്ലാഹു പൊറുക്കാൻ തയ്യാറാണ്. ആ ഒരു സന്തോഷ വാർത്തയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ നാഥനെ കുറിച്ചുള്ള സദ്വിചാരത്തിന് പ്രേരണയായി മാറുമ്പോൾ അവന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നു, മനസ്സിന്റെ ഉത്കണ്ഠകൾ നീങ്ങുന്നു, മനസ്സിന്റെ പ്രയാസങ്ങൾ നീക്കാൻ അവന് സാധിക്കുന്നു. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എല്ലാ ഘട്ടങ്ങളിലും ആ ഒരു ചിന്തയാണ് സത്യവിശ്വാസിയുടെ മനസ്സിനെ ഭരിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. അവിടുന്ന് പറയുകയുണ്ടായി, ഈ ഒരു ചിന്ത മരണഘട്ടത്തിലും നിങ്ങൾക്കുണ്ടാകണം. അല്ലാഹുവിനെ പറ്റിയുള്ള നല്ല വിചാരം ഉണ്ടാകൽ ഏറ്റവും നല്ല ഒരു ഇബാദത്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന ഹുസ്നൽ തീർച്ച അല്ലാഹുവിനെ പറ്റി എപ്പോഴും നല്ല വിചാരം ഒരു വിശ്വാസിയുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നത് മിൻ ഹുസ്നി ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ശരിക്ക് ഇബാദത്ത് എടുക്കുന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മരിക്കുന്ന നേരത്തും ആ ചിന്തയാണ് വേണ്ടത്. ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത് കേട്ടോ. ഇല്ലാ വഹുവ യുഹ്സിനുൽ ദന്ന ബില്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് സദ്വിചാരം വെച്ച് പുലർത്തിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നമുക്കിങ്ങനെ എപ്പോഴും നിരാശാബോധമല്ല വേണ്ടത്. ഏത് പ്രതിസന്ധിയിലും ഒക്കെ ശരിയാവും, എല്ലാം ശരിയാവും, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും, ഇതിനൊക്കെ ഒരു പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം റബ്ബ് തരും. പരീക്ഷണങ്ങളാണോ, എല്ലാത്തിനും ഒരു മോചനം ഉണ്ടാകും. തിന്മകൾ ഇന്നലെ കഴിഞ്ഞു പോയില്ലേ, എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടല്ലോ, ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതം ഞാൻ ശുദ്ധമാക്കുമല്ലോ, നാഥൻ പുറത്തു തരും. ഇങ്ങനെ ഏതിലും അള്ളാഹുവിനെ പറ്റിയുള്ള സദ്വിചാരം ഉണ്ടായിക്കൊണ്ട് നിലനിന്നാൽ നമ്മുടെ ജീവിതത്തിൽ രണ്ട് ലോകത്തും നമുക്ക് സമാധാനപൂർണമായ ജീവിതമായിരിക്കും. അർഹമുർ റഹീമീനായ നാഥനെ സംബന്ധിച്ച് സദ്വിചാരം വെച്ചു പുലർത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാഥൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്.
അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നൽകുന്നത് ഹുസ്നുൽ ളന്നി ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള സദ്വിചാരത്തിലൂടെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന, അതിൻ്റെ ഇടയിൽ അല്ലാഹു ഇടയാളന്മാരെ നിശ്ചയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ പറയണം. എന്താ പറയേണ്ടത്? ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ വളരെ സമീപസ്ഥനാണ്. റബ്ബിലേക്ക് ആർക്കും അടുക്കാവുന്നതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനുഷ്യരോട് ഏറെ റഹീമാണ്, കരുണയുള്ളവനാണ്. അവൻ ഖരീബാണ്. അതുപോലെ തന്നെ അവൻ കാശിഫുൽ ഗമ്മാണ്, എല്ലാ പ്രയാസങ്ങളെയും നീക്കുന്നവനാണ്. അതുപോലെ തന്നെ അവൻ റഹ്മാനാണ്, മുജീബാണ്, അതുപോലെ തവ്വാബാണ്. എല്ലാ നിലക്കുമുള്ള പ്രതീക്ഷ അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ ഒരു പ്രതീക്ഷയുള്ളതോടൊപ്പം തന്നെ അള്ളാഹു എന്റെ പാപങ്ങളെങ്ങാനും പൊറുക്കാതെ വന്നാലോ എന്ന ഭയവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പാപത്തിന്റെ കറയുമേൽക്കാത്ത പവിത്രമായ ഹൃദയത്തിന്റെ ഉടമയാണ് നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും ഒരു ദിവസവും അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാതെ ദിവസങ്ങൾ പോയിട്ടില്ല. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ. യാ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ, അവനോട് പൊറുക്കലിനെ ചോദിക്കൂ. ഫഇന്നീ, നിശ്ചയമായും ഞാൻ അതൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. വസ്തഗ്ഫിറുഹു, അവനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട്. ഫീ കുല്ലി യൗമിൻ മിഅത മറ, ദിവസവും 100 തവണ ഞാൻ ചോദിക്കുന്നുണ്ട് ജനങ്ങളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തിനാണ് അവിടുന്ന് ചോദിക്കുന്നത്? അവിടുത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടതല്ലേ? അവിടുത്തെ പാപങ്ങൾ വല്ലതും ബാക്കിയുണ്ടോ? ഇല്ല. എന്നാലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെയാണ്, എന്റെ പരലോകം എന്തായിരിക്കും? അവരാരും മഹന്തനടിച്ചവരല്ല, സ്വർഗമുണ്ടെന്ന് സന്തോഷം കിട്ടിയവരല്ലേ? മഹാന്മാരായ സഹാബാ കിറാമിൽ 10 ആളുകൾ, അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയവുമില്ലല്ലോ. ആ യൂസുഫ് നബി അലൈഹിസ്സലാം പോലും പ്രാർത്ഥിച്ചത് തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ എന്നതാണ്. അപ്പൊ ജീവിതത്തിൽ നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കേണ്ടതുമുണ്ട്. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു പരിഹാസമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരുടെയും അസ്തഗ്ഫിറുള്ളകളുടെ പേരിൽ, അതിന്റെ പേരിൽ പിന്നെയും അസ്തഗ്ഫിറുള്ള പറയേണ്ട ഒരു ഗതികേട് വരാറുണ്ടെന്ന് നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. എന്താണ് കാരണം? തിന്മകൾ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് അസ്തഗ്ഫിറുള്ള പറയുക, പിന്നെയും തിന്മ ചെയ്യാൻ വിചാരിക്കുക, പിന്നെയും അസ്തഗ്ഫിറുള്ള പറയുക. ഇതിനാഥനെ കബളിപ്പിക്കാൻ ശ്രമിക്കലാണ്. അള്ളാഹനെ കബളിപ്പിക്കാനോ വഞ്ചിക്കാനോ ആർക്കും സാധ്യമല്ല. ഇത് സ്വയം പരിഹാസ്യരാകുന്ന ഇടപാടാണ്. ഏത് നിലക്ക് തിന്മകളിലൂടെ അങ്ങനെ ജീവിക്കുക, തിന്മ ചെയ്യാൻ ചാൻസ് കിട്ടിയാ ഇനിയും ചെയ്യാന്ന് പറയാ, എന്നിട്ടൊരു അധരവ്യായാമം എന്ന കൽബിൽ തട്ടാത്ത ഒരു അസ്തഗ്ഫിറുള്ളയും. അതുകൊണ്ട് എന്താണ് പ്രയോജനം പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന സർവ്വവിശ്വാസികളും തിന്മകളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. തിന്മകളോടൊരിക്കലും അടുക്കാൻ പാടില്ല. തിന്മകൾക്ക് പല സ്ഥലങ്ങളിലും പ്രചാരങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു, ചീത്തയും നല്ലതും ഒരിക്കലും സമമാവുകയില്ല. വലൗ
ചീത്തയുടെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, ചീത്തക്കായിരിക്കും ലോകത്ത് മുഴുവനും പ്രചാരമുള്ളത്, ചീത്തയുടെ ആളുകൾക്കായിരിക്കും സ്റ്റേജുകൾ കിട്ടുന്നത്, ചീത്തയുടെ ആളുകൾക്കായിരിക്കും ആളുകൾ കൂടുന്നത്, ചീത്ത നടക്കുന്ന വേദികളിലേക്കായിരിക്കും ആളുകൾ ഒഴുകുന്നത്, ചീത്ത നടക്കുന്ന സ്ഥലങ്ങളിലേക്കായിരിക്കും ചെറുപ്പക്കാരുടെ മനസ്സുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഏത് വേദികൾ കണ്ടാലും, അത്തരത്തിലുള്ള ഏത് സ്ഥലങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും അടുക്കാതെ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഈമാനിനെ കാത്തു സൂക്ഷിക്കണേ എന്നീ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അല്ലാഹുവോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, തിന്മകൾ കഴിഞ്ഞുപോയ തിന്മകളിലേക്ക് ഇനി ഞാൻ മടങ്ങില്ലെന്ന ദൃഢബോധത്തോടെയാണ് ഇസ്തിഗ്ഫാർ വേണ്ടത്. അതല്ലാത്തതിന് ഒരു വിലയും അല്ലാഹുവിന്റെ അടുക്കലില്ല. അതുകൊണ്ട് രാജ്യത്ത്, ലോകത്ത് പലയിടത്തും പലതും കണ്ടേക്കും, പലതും കേട്ടേക്കും, പല വേദികളും ഉണ്ടായേക്കും, പല സ്ഥലങ്ങളിലും പലതും ആടിയേക്കും, പാടിയേക്കും. പക്ഷേ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, നമുക്ക് നമ്മുടെ ഈമാൻ വലുതാണ്. നമ്മുടെ കണ്ണുകൾ അല്ലാഹു തന്നതാണ്, കാത് അല്ലാഹു തന്നതാണ്, പണം അല്ലാഹു തന്നതാണ്. ശരീരത്തിന്റെ ഓരോ സെക്കൻഡിലൂടെയും ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രക്തം അല്ലാഹു നൽകിയതാണ്. വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന സെക്കൻഡിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശുദ്ധമായി അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ പേറുന്ന ശരീരവുമായിട്ട് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരൊറ്റ വേദിയിലും സത്യവിശ്വാസികളെ കടന്ന് ചെല്ലരുത്, തിരിഞ്ഞു നോക്കരുത്. അള്ളാന്റെ സഹായം നമുക്കതിലൂടെ മാത്രമേ ഉണ്ടാകൂ. പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാന്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ട് നാഥൻ എന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി തിന്മകളോടെല്ലാം വിട പറയുക. ഇനി ഒരിക്കലും തിന്മകളുടെ ഒരു കേന്ദ്രങ്ങളിലേക്കും ഞാൻ ഉണ്ടാവില്ലെന്ന് മനസ്സിനെ ദൃഢമായി പഠിപ്പിച്ചുകൊണ്ട് ഈമാനികമായ ആവേശത്തോടുകൂടി എന്റെ റബ്ബ് ഇന്നലകളിൽ സംഭവിച്ചതൊക്കെ എന്തും അവൻ പൊറുക്കുന്ന ഗഫൂറാണ്, റഹീമാണ് എന്നല്ലാഹുവിനെ പറ്റി സദ്വിചാരമുണ്ടായാൽ നാളെ മഹ്ശറിലെത്തുമ്പോ അല്ലാഹു അതാ വിചാരണയുടെ സമയത്ത് സത്യവിശ്വാസിയോട് ചോദിക്കുന്നതാണ്, ഓ മുഅ്മിനേ, നിനക്കെന്നെ പറ്റി എന്താണ് ഏറ്റവും നല്ല വിചാരമുള്ളത്? നീ എന്നെ പറ്റി എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്? അപ്പോൾ സത്യവിശ്വാസികൾ പറയുന്ന മറുപടിയും എന്താണ് എന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുമ്പോ, ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് അല്ലാഹു ചോദിക്കുക എന്നും മുഅ്മിനീങ്ങൾ നൽകുന്ന മറുപടി എന്താണെന്നും അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയേ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു ലിൽ മുഅ്മിനീൻ ഹൽ അഹ്ബബ്തും ലിഖാഇ. അല്ലാഹു നാളെ പരലോകത്ത് മുഅ്മിനീങ്ങളെ കണ്ടുമുട്ടുന്ന നേരത്ത് മുഅ്മിനീങ്ങളോട് അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ അഹ്ബബ്തും ലിഖാഇ, ഇന്നെന്നെ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവോ? എന്നെ കാണണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നോ? എന്തായിരുന്നു നിങ്ങളുടെ ചിന്ത? ഫയഖൂലൂന, അപ്പോൾ അവർ പറയുകയാണ്, നഅം യാ റബ്ബനാ, അതേ റബ്ബേ, നിന്നെ കാണണം എന്ന മോഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഫയഖൂലു, അപ്പോൾ അല്ലാഹു ചോദിക്കും, ലിമാ, എന്തിനാണ് നിങ്ങൾ അങ്ങനെ മോഹിച്ചത്? ഫയഖൂലൂന, അപ്പോൾ മുഅ്മിനീങ്ങൾ മറുപടി പറയും, റജൗനാ, ഞങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അഫ്വക വ മഗ്ഫിറതക, നീ ഞങ്ങൾക്കെല്ലാം പുറത്തു തരുന്നവനാണ്, നീ ഏറെ മാപ്പ് ചെയ്യുന്നവനാണ്, നീ റഹീമാണ്, തവ്വാബാണ്, നീ അഫുവാണ്, നീ ഗഫാറാണ് എന്നൊക്കെ നിന്നെ പറ്റി ഞങ്ങൾ നല്ല വിചാരമേ വെച്ച് പുലർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്നെ നല്ല നിലക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന ഒരു നല്ല പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു റബ്ബേ. അപ്പൊ അല്ലാഹു തആല പറയുന്നു, ഫയഖൂലു ഖദ് വജബ്തു ലക്കും മഗ്ഫിറതി, അതാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുഴുവൻ പാപങ്ങളും ഞാനിതാ പുറത്തു തരൽ നിർബന്ധമാക്കിയിരിക്കുന്നു, എല്ലാം നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഒക്കണം നിങ്ങൾ ആ പരലോകത്ത് സത്യവിശ്വാസി മരിക്കുന്ന നേരത്തും ആ പ്രതീക്ഷ വേണം. അള്ളാനെ കണ്ടുമുട്ടുമ്പോ പരലോകത്ത് വെച്ചുള്ള ചോദ്യോത്തരത്തിന്റെ വേളയിലും അവിടെയും വിശ്വാസിക്ക് ഒരു ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മനസ്സിലുണ്ടാകണം, എന്റെ റബ്ബ്
അത്രമാത്രം ഔദാര്യവാനാണ്. ആ റബ്ബ് എനിക്ക് തന്ന നിഅമത്തിനെ ഒരിക്കലും ഞാൻ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത സംഗതികളിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും നന്ദി കെട്ട മനുഷ്യനായി പതിച്ചു പോകരുത്. അതിന് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. വളരെ സാന്ദർഭികമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും, ഒരു തിന്മയുടെ വേദികളിലേക്കും നമ്മൾ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിനെ പറ്റി സദ്വിചാരം വെച്ച് പുലർത്തുക. ഇന്നലകളിൽ എന്തു സംഭവിക്കട്ടെ, ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതം പരിശുദ്ധമായി തീരട്ടെ. നാഥൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിലേക്ക് അടുക്കാനൊന്ന് മനസ്സ് വെച്ചാൽ അള്ളാഹ് അതിലപ്പുറമാണ് ഇങ്ങോട്ടെന്ന് ഞാൻ തുടക്കത്തിലെ ഓതി കൽപ്പിച്ചില്ലേ ഹദീസിൽ. എന്നിലേക്ക് നടന്നെടുക്കാൻ വിചാരിച്ചാൽ ഞാൻ അവരിലേക്ക് ഓടിയെടുക്കുന്നതാണ്. പടച്ച റബ്ബിലേക്ക് അടുക്കുക. അള്ളാഹു നമ്മളോട് കൂടുതൽ അടുക്കും. നാഥനിലേക്ക് അടുക്കാൻ വിചാരിച്ചവരെ ഒരിക്കലും അവൻ മടക്കി അയക്കുകയില്ല. ആ ഒരു പ്രതീക്ഷയോടെ നാളെ നമുക്ക് സ്വർഗത്തിൽ റഹ്മാനായ നാഥൻ ഒരുക്കുന്ന ജന്നാത്തുൻ നഈമിൽ അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ കൂടെ ഒരുമിച്ച് ചേരാൻ സൗഭാഗ്യമുണ്ടാകണം. അതിന് ഈ പറയുന്ന കടമകളൊക്കെ നിർവഹിച്ചേ പറ്റൂ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്. റഹ്മാനായ നാഥൻ നേരിന്റെ പാതയിൽ തന്നെ അടിയുറച്ചു നിൽക്കുവാനുള്ള സർവ്വ സൗഭാഗ്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പകർച്ചവ്യാധികളിൽ നിന്ന്, അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അർഹമുർ-റഹീമായ നാഥൻ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബാദികളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, ദാരിദ്ര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും നമ്മുടെ മനസ്സിന് നല്ല കരുത്ത് നൽകി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷകരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് പോകാനുള്ള സൗഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.